ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ ഓഹരി വിപണി സൂചികയിൽ 2 മാസം കൊണ്ട് 27% കുതിച്ചുകയറ്റം. നിക്ഷേപക ഭയപ്പാടിലാണ് വലിയ തകർച്ച നേരിട്ടതെങ്കിൽ വെടിനിർത്തലോടെ സംഘർഷം നീങ്ങി നിക്ഷേപകരിൽ ആത്മവിശ്വാസം വന്നതും ചുളുവിലയ്ക്ക് സെക്ടർ നോക്കി ഓഹരികൾ വാങ്ങിക്കൂട്ടിയതുമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രിട്ടൻ സന്ദർശനത്തിനൊപ്പം ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കും. മദ്യം, തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വില കുറഞ്ഞേക്കും. ഇന്ത്യയിൽ UK വ്യവസായങ്ങൾക്ക് കൂടുതൽ വിപണി സാമീപ്യം അനുവദിക്കും. ഫ്ലിപ്കാർട്ടിന്റെ പിന്തുണയുള്ള മിന്ത്ര ഡിസൈൻസ് കമ്പനിക്കെതിരെ ഫെമ നിയമപ്രകാരം വിദേശ നാണ്യ വിനിമയ ക്രമക്കേടിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. 1654 കോടി രൂപയുടെ FDIയിൽ ചട്ടലംഘനം നടന്നുവെന്നാണ് കണ്ടെത്തൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിപ്പോസിറ്ററി സ്ഥാപനമായ നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് എന്ന NSDLന്റെ പ്രാരംഭ ഓഹരി വിൽപ്പന അടുത്ത മാസം. ആകെ 5 കോടിയിൽ പരം ഓഹരികളാണ് ഓഫർ ഫോർ സെയിൽ വഴി വിൽക്കുന്നത്. വിലയേറ്റത്തിന്റെ എവറസ്റ്റ് പിടിക്കാനുള്ള പുറപ്പാടിൽ സ്വർണം. ഇന്ന് പുതിയ റെക്കോർഡ്. പവന് 760 രൂപ കൂടി 75,040. വെള്ളിയും വിട്ടുകൊടുക്കുന്നില്ല. ഗ്രാമിന് 2 രൂപ കൂടി 125. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.